ഇന്നലെ അവിടുത്തെ ആളുകളുടെയൊക്കെ പ്രതികരണം കണ്ടാണ് അവരുടെ ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ ജോലിയും കൂടി പ്രതിസന്ധിയിലാകുന്നതാണ്. എത്രയും വേഗം ഇതിനെ പിടികൂടുക എന്നാണ് നാട്ടുകാരുടെ ആവശ്യമാണ്. ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതിനിടയിൽ നിയമസഭയിൽ ഇന്ന് ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര സ്വഭാവമുള്ള വിഷയമാണ്. പക്ഷേ അടിയന്തരമായി നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന തരത്തിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിയുടെ പ്രസ്താവനയുണ്ട്, ഈ വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞിരുന്നു, പാമ്പ് കടിയേറ്റാണ് കൂടുതൽ ആളുകൾ മരിക്കുന്നത് എന്നൊരു പ്രസ്താവനയൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതൊക്കെ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ വാർത്തയ്ക്ക് പിന്നാലെ അതിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു അല്ലേ ഗോകുൽ? എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? ആളുകൾ, നാട്ടുകാരുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കാരണം അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന സ്ഥിതിയല്ലേ ഇതിങ്ങനെ എത്ര നാൾ നീണ്ടുപോകുമെന്ന ആശങ്ക അവർക്കുണ്ടോ? പ്രധാനമായിട്ട് ഈ കാടിനുള്ളിലേക്ക്, റിസർവ് ഫോറസ്റ്റിനുള്ളിലേക്ക് ആന കയറിയതുകൊണ്ട് തന്നെ കൂടുതൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡ്രോൺ ഉപയോഗിച്ചടക്കം ഇന്നലെ പരിശോധന നടത്തിയെങ്കിലും അത് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ടാപ്പിങ്ങിനടക്കം നിരോധനമുണ്ട്, ട്രാപ്പിങ്ങിനടക്കം നിയന്ത്രണമുണ്ട്. ഇതിനപ്പുറത്ത്, അതായത് നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് വരെ ഇന്ന് അനുവാദമുള്ളൂ. അതിനപ്പുറത്താണ് നമ്മുടെ നമ്മൾ ഇന്നലെ കണ്ട റബ്ബർ മരങ്ങളുള്ള ആ സ്ഥലം. അതിന് മുൻപാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ കുറച്ചൊരു ഒരു കിലോമീറ്റർ ഇപ്പുറം വെച്ച് തടഞ്ഞിരിക്കുകയാണ് ഇന്ന്. കാരണം അവിടെയാണ് ദൗത്യം നടക്കുക. ആ മേഖലയിലേക്ക് ആർക്കും ഇന്ന് പ്രവേശനമില്ല. ഗതാഗതത്തിനും നിയന്ത്രണമുണ്ട്. പ്രദേശവാസികളെ മാത്രമേ അകത്തേക്ക് കയറ്റി വിടുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു നിയന്ത്രണം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇന്ന് ഈ സമയമായിട്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിങ്ങനെ നീളുകയാണെങ്കിൽ സ്വാഭാവികമായും അവരുടെയൊക്കെ കാര്യങ്ങൾക്ക് പ്രതിസന്ധിയാകും. റബ്ബർ ടാപ്പിംഗ് നടത്തുന്ന തൊഴിലാളികളുണ്ട്. ഈ ആന മാത്രമല്ല, നിരവധി ആനകൾ അതിനുള്ളിലുണ്ട്. ഈ ആനയെ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മയക്കുവെടി വയ്ക്കേണ്ടതും കണ്ടെത്തേണ്ടതും ഒക്കെ ആവശ്യമായി വരുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. കാരണം ദിവസങ്ങൾ കൂടുന്തോറും ഈ ആനയുടെ ചികിത്സയ്ക്ക് അത് ബുദ്ധിമുട്ടാകും, രോഗം മൂർച്ഛിക്കാനുള്ള കാരണമുണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇന്നലെ പലപ്പോഴും ഈ ആന വളരെ വേഗത്തിൽ തന്നെ ആനയ്ക്ക് ഓടാൻ കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ കാര്യമായ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ആന നീങ്ങിയിട്ടില്ല എന്നുള്ളൊരു നിഗമനം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ വനംവകുപ്പ് കൂടുതൽ പരിശോധന നടത്തി ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 3 ടീമുകളായി തിരിഞ്ഞുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ ആനയ്ക്കായുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു, എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശരി, എന്തായാലും